കാർത്തിക നക്ഷത്രത്തിൽ ആറ്റുകാലിലെത്തുന്ന കൊടുങ്ങല്ലൂരമ്മ, അതാണ് വിശ്വാസം. കൊടുങ്ങല്ലൂരമ്മയെ പാടി പാത്രീഭൂതയാക്കി ഇവിടേക്ക് ക്ഷണിക്കുന്നു എന്നാണ് ആശാനും സംഘവും, അല്ലെങ്കിൽ ആ പാട്ടുകാരുടെ ഭക്തി തീവ്രതയിൽ അലിഞ്ഞാണ് കൊടുങ്ങല്ലൂരമ്മ ആറ്റുകാലമ്മയായി എഴുന്നള്ളുന്നത് എന്നാണ് വിശ്വാസം. അങ്ങനെ ദേവി ആചാര വിധിപ്രകാരം കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവം തുടങ്ങി. ഒരു കാലത്ത് പാട്ടെന്നത് മാത്രം അറിയപ്പെട്ടിരുന്ന ഉത്സവം ഇന്ന് പൊങ്കാലയിലൂടെയാണ് ലോകം അറിയുന്നത്. അതായത് ഇവിടെ ഈ പൊങ്കാലയും തോറ്റം പാട്ടും രണ്ടല്ല, ഒരേ പ്രാധാന്യമുള്ള രണ്ടു കാര്യങ്ങളാണ്. അവിടെ വിവിധ വഴിപാടുകളും കഥാവിഷ്കാരങ്ങളും ഉത്സവം തുടങ്ങി 10 ദിവസങ്ങൾ ക്ഷേത്രത്തിൽ പുരോഗമിക്കും. തോറ്റംപാട്ടിന്റെ വഴിയെ തോറ്റംപാട്ടിനെയും ഉത്സവത്തെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രണ്ടായി കാണാനാവില്ല. ദേവിയെ ക്ഷണിച്ച് ആറ്റുകാലിൽ കുടിയിരുത്തുന്ന പാട്ടാണ് ഉത്സവം. തോറ്റമെന്നാൽ സ്തോത്രമെന്നും പ്രത്യക്ഷപ്പെടൽ, ഉത്ഭവം എന്നുമെല്ലാം അർത്ഥമുണ്ടെന്നിരിക്കെ ഒരുക്കിയ പച്ചപ്പന്തലിൽ, ദേവീക്ഷേത്രത്തിന് മുന്നിൽ ലളിതമായി ഒരുക്കിയ പച്ചപ്പന്തലിലിരുന്ന് കുഴിത്താളത്തിൽ താളമിട്ട് ആശാനും സംഘവും പാടി വരവേൽക്കുന്ന ദേവിയെയും ഗണങ്ങളെയും ക്ഷേത്രത്തിന്റെ വടക്കിനിയിൽ കുടിയിരുത്തുകയാണ്. ഇവിടെ ഇതാ ആ നിമിഷം എത്തിച്ചേരുകയാണ്. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭക്തിനിർഭരമായ ആശംസകൾ. അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്നവരുടെ ആറ്റുകാലമ്മ അനുഗ്രഹം മേൽശാന്തി പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരാനെത്തുന്ന നിമിഷമാണ്. ഇതിനായുള്ള കാത്തിരിപ്പായിരുന്നല്ലോ ഈ ഒരു വർഷം. അവിടേക്ക് എത്തിച്ചേരുകയാണ്. പണ്ടാര അടുപ്പിൽ അഗ്നി പകരുന്ന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാവരും ഒരുമയോടെ പ്രാർത്ഥനാ നിർഭരരായി കാത്തിരിക്കുന്നു. ആ നിമിഷം ഇതാ ആഗതമാവുകയാണ്. എല്ലാവരും ഒരുമിച്ചെത്തുകയാണ്. എല്ലാവരുടെയും മനസ്സ് ആറ്റുകാലിലേക്ക് അലിഞ്ഞു ചേരുകയാണ്. എല്ലാ കണ്ണുകളും പണ്ടാര അടുപ്പിലേക്ക് ഉറ്റുനോക്കുകയാണ്. എല്ലാ കാതുകളും ആ സന്ദേശത്തിനായി, ആ പ്രഖ്യാപനത്തിനായി കാത്തിരിപ്പാണ്. അതാ പണ്ടാര അടുപ്പിൽ തിരിതെളിക്കുന്ന നിമിഷമാണ്. നോക്കൂ, തന്ത്രി കൈമാറിയ അഗ്നി മേൽശാന്തിയിലൂടെ, സഹമേൽശാന്തിമാരിലൂടെ ഇനി ഈ ആറ്റുകാൽ പരിസരമാകെ, ആറ്റുകാലിനപ്പുറം എല്ലാ ഭക്തജനങ്ങളുടെയും മുക്കല്ലടുപ്പിലേക്ക് അഗ്നിയായി പകരുന്ന നിമിഷമാണ്. അവിടെ മേളം കൊട്ടിക്കയറുന്നുണ്ട്, കതിനാവിടികൾ മുഴങ്ങുന്നുണ്ട്. ആറ്റുകാലമ്മേ എന്ന ഒറ്റ മന്ത്രധ്വനിയിൽ മുഖരിതമാവുകയാണ് ഈ അന്തരീക്ഷമാകെയും. ഓം എന്നെഴുതി വെച്ച ആ പൊൻകലത്തിനുള്ളിൽ ഇനി വെള്ളം തിളച്ചു പൊങ്ങും. അവിടേക്ക് അരിവാരിയിടും, ശർക്കരയിടും, തേങ്ങാപ്പീരയിടും, അങ്ങനെ എല്ലാം ചേർത്ത് പണ്ടാരയടുപ്പിൽ തിരി പകരുന്നതിന്റെ നിമിഷം. അപ്പോൾ തന്നെ ഇതാ ചുറ്റുവട്ടത്തൊക്കെയും എല്ലാ അടുപ്പുകളിലും അമ്മമാർക്കിനി ധൃതിയാണ്. എത്രയും പെട്ടെന്ന് എന്റെ അടുപ്പിൽ, എന്റെ മുക്കല്ലടുപ്പിൽ കൊതുമ്പും ചൂട്ടും തിളച്ചു കയറണം, അഗ്നി പകരണം. അത് ഈ മൺകലത്തിനുള്ളിലെ വെള്ളത്തെ തിളപ്പിക്കണം, അതിലേക്ക് അരിവാരിയിടണം, തേങ്ങാപ്പീരയിടണം, ശർക്കരയിടണം. അത് ഞങ്ങളുടെ മനസ്സിൽ അലിഞ്ഞു ചേരുന്ന പൊങ്കാല ഉത്സവത്തിന്റെ കാത്തിരിപ്പിന്റെ നിമിഷമാണ്. ഇതുപോലെ സുന്ദരമായൊരു നിമിഷമുണ്ടോ? ഇപ്പോൾ പുകപടലം അങ്ങനെ മുകളിലേക്ക് ഉയർന്നുയർന്നുയർന്നു പോകുന്നു. ആ നിമിഷത്ത് ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങളോട് സൂര്യൻ പറയും, എവിടെയാണ് ഭൂമിയിൽ ഇങ്ങനെ കോടമഞ്ഞുകൾ ഒഴുകിപ്പരക്കുന്നത്? ഒരു പ്രദേശമാകെ കോടമഞ്ഞ് ഒഴുകിപ്പരക്കും പോലെ പുകപടലം ഇങ്ങനെ ആളിപ്പലരുന്ന നിമിഷമാണ്. എല്ലാ പൊൻകലങ്ങളിലേക്കും പൊങ്കാല തിളയ്ക്കുന്നതിന് മുൻപുള്ള അഗ്നി പകർന്നു കഴിഞ്ഞു. ഇനി അഗ്നിയും ശർക്കരയും കുത്തരിയും തേങ്ങാപ്പിരയും എല്ലാം ചേർന്ന് ഒരു മിശ്രിതമായി പൊങ്കാല പ്രസാദമായി അമ്മയെ, ശക്തി സ്വരൂപിണിയായ, ഉഗ്രരൂപിണിയായ അമ്മയെ ശാന്തസ്വരൂപിണിയാക്കാനുള്ള പ്രസാദ വഴിപാടാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ അമ്മമാരുടെയും മനസ്സിലിപ്പോൾ ആറ്റുകാലമ്മേ എന്ന ഒറ്റ മന്ത്രമേ ഉണ്ടാകൂ. ആറ്റുകാലമ്മ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നത് പോലെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകൂ. മനസ്സുകൂടി തിളച്ചു തുടങ്ങുകയാണ്. ഇത്രനാൾ കാത്തിരുന്നത്, ഇത്ര നേരം പണ്ടാരടുപ്പിൽ തിരിതെളിയുന്നത്, വിളിച്ചു പറയുന്നത് കാത്തിരുന്നവരൊക്കെയും ഇപ്പോൾ അവരവരുടെ മുക്കല്ലടുപ്പുകളിൽ പൊൻകലങ്ങൾക്ക് കീഴെ അഗ്നി പകർന്ന് അതിങ്ങനെ ആളിപ്പടരുകയാണ്. ഈ ധന്യ നിമിഷത്തിനായുള്ള കാത്തിരിപ്പായിരുന്നല്ലോ എല്ലാ സ്ത്രീകളുടെയും മനസ്സിൽ.
നേരത്തെ ഞാൻ പറഞ്ഞു എത്രയെത്ര ഭാവങ്ങളാണ് ഭദ്രയായി, ദുർഗയായി, സരസ്വതിയായി, ലക്ഷ്മിയായി, ശാന്ത ഉഗ്ര രൂപങ്ങളിൽ, ഭാവങ്ങളിൽ ദേവിമാരുണ്ട്. എത്ര വലിയൊരു ചിന്തയാണത്, എത്ര വലിയൊരു സന്ദേശമാണത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കണ്ണകി എന്ന ആശയം തന്നെ സ്ത്രീ ശക്തിയുടെ, സ്ത്രീകൾ എത്രമാത്രം കരുത്തുറ്റവരാണെന്ന വിളിച്ചു പറയലാണെന്ന് എല്ലാവരും ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷേ കണ്ണകി എന്ന ആശയം നിങ്ങളിപ്പോൾ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്ന സ്ത്രീ ശക്തിയുടെ എത്ര നൂറ്റാണ്ട് പിന്നിലേക്കുള്ള കാഴ്ചയാണെന്ന് ഓർമ്മ. അതാണ് ഐതിഹ്യങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഒക്കെയും വിളിച്ചു പറയുന്നത്. സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ടവൾ തന്നെയാണ്, സ്ത്രീ ആദരിക്കപ്പെടേണ്ടവൾ തന്നെയാണ്. എല്ലാം 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 അമ്മയാണ്, വാത്സല്യനിധിയായ അമ്മയാണ്, സർവാഭീഷ്ട വരദായിനിയായ അമ്മയാണ്, ഉഗ്രസ്വരൂപിണിയായ അമ്മയാണ്. എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന, എല്ലാവരും ഒരിടത്തേക്ക് ഉറ്റുനോക്കുന്ന, എല്ലാ മനസ്സുകളും അമ്മയിൽ അലിഞ്ഞു ചേരുന്ന നിമിഷത്തിന്റെ ആളിക്കത്തലാണ് ഈ ഓരോ പൊൻകലങ്ങൾക്ക് കീഴെ മുക്കല്ലടുപ്പിന് നടുവിൽ തീയായി, അഗ്നിയായി പടർന്നു പന്തലിക്കുന്നത് എന്ന് ഓർമ്മ വേണം. എല്ലാവരും ഒറ്റ മനസ്സിൽ കാത്തിരിപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അഗ്നി ഇങ്ങനെ പകരുമ്പോൾ ഉള്ളിലാണ് നിറയുന്നത്, ഉള്ളു തിളച്ച് തൂവാനൊരുങ്ങുകയാണ്. ഇന്ന് ചന്ദ്രഗ്രഹണമാണ്. അതുകൊണ്ട് തന്നെ 3:10 മുതൽ രാത്രി 7 മണി വരെ നട തുറക്കില്ല, നട അടച്ചിടും. അതുകൊണ്ട് രാവിലെ വലിയ തിരക്കായിരുന്നു. മുക്കല്ലടുപ്പിനുമേൽ ഇങ്ങനെ പൊൻകലമൊക്കെ ഒരുക്കി എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് അമ്മമാർ ആറ്റുകാൽ അമ്മയെ കാണാനുള്ള ഒഴുക്കിലായിരുന്നു. അത് 9:40 വരെയും അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ പെട്ടെന്ന് അവരവരുടെ മുക്കല്ലടുപ്പിനടുത്തേക്ക് ചെന്ന് അവിടെ പാകപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് നോക്കി എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി ശേഷം ഈ വിളിക്കായുള്ള കാത്തിരിപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ പൊങ്കാലക്കലങ്ങൾക്ക് കീഴെ അഗ്നി പകർന്നോളൂ, തെളിയിച്ചോളൂ എന്ന പ്രഖ്യാപനം വരുന്നതിനായുള്ള കാത്തിരിപ്പായിരുന്നു. അതാണ് നമ്മൾ കണ്ടത്. 1 വർഷത്തെ കാത്തിരിപ്പാണ്, 1 വർഷത്തെ കാത്തിരിപ്പാണ്. സ്ത്രീകളുടെ മനസ്സ് തിളച്ച് തുളുമ്പുന്ന ഈ നിമിഷം ആറ്റുകാലമ്മയിലേക്ക് മാത്രമായി എല്ലാവരും ഒതുങ്ങിപ്പോവുകയാണ്. എല്ലാ കണ്ണുകളും ആറ്റുകാലമ്മയിലേക്ക് കണ്ണുനട്ടിരിപ്പാണ്. എല്ലാ കാതുകളും ആറ്റുകാലമ്മേ എന്ന മന്ത്രമുഖരിതമായ നിമിഷം ആവാഹിച്ചെടുക്കുകയാണ്. നമ്മളിവിടെ ഒന്നാണ്, വലിപ്പച്ചെറുപ്പങ്ങളില്ല. എല്ലാവരുടെ മനസ്സിലും ആറ്റുകാലമ്മ എന്ന ചിന്ത വരുമ്പോൾ നമ്മളെല്ലാവരും ഒന്നാവുകയല്ലേ. എല്ലാവരും പൊങ്കാല അർപ്പിക്കാനെത്തിയ ഭൂരിപക്ഷം പേരും അമ്മമാരാണ്. അമ്മമാർ തങ്ങളുടെ മക്കളെ കൂട്ടി, അവർ അവരുടെ മക്കളെ കൂട്ടി ഒരുമിച്ചെത്തുന്ന, തലമുറകൾ കൂടി സംഗമിക്കുന്ന ഒരു അപൂർവമായ നിമിഷമാണല്ലോ. വിവിധ ഭാവങ്ങളിലാണ്, വിവിധ രൂപങ്ങളിലാണ് ഭഗവതിമാരെങ്കിൽ പോലും ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്മ എന്ന വാത്സല്യത്തിന്റെ പ്രതീകത്തെയാണ്. ആ പ്രതീകത്തെ ചേർത്തു പിടിച്ച് നമ്മൾ അമ്മമാരാണ് എന്നുറക്കെ പറയുന്നതിന്റെ നിമിഷങ്ങളാണ് ഈ കടന്നു പോകുന്നത്. നേരത്തെ പലവട്ടം പറഞ്ഞു, പൂഴിവാരി മുകളിലേക്ക് എറിഞ്ഞാൽ ഒരു തരി താഴെ വീഴാത്തത്ര വിധം തിരക്കാണ് ഇവിടെ. അത്രമാത്രം ഇടമില്ലാത്ത ഒരിടമായി ഇത് മാറുകയാണ്. അവിടെ പൊങ്കാലക്കലങ്ങൾ തിളച്ച് തുടങ്ങുകയാണ്. ആ മുക്കല്ലടുപ്പിൽ നിന്നുയരുന്ന അഗ്നിനാളങ്ങൾ പൊങ്കാല കലങ്ങൾക്കുള്ളിൽ നിറയ്ക്കുന്ന അരി, ശർക്കര എല്ലാം ഒരുമിപ്പിച്ച് അതൊരു പൊങ്കാല നിവേദ്യമാക്കി മാറ്റുന്ന നിമിഷമാണ്.